താങ്കൾ മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ താങ്കൾക്കുണ്ടായ ദുരനുഭവം എന്താണ്? അഭിനയിക്കാൻ പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ചാൻസ് കിട്ടി. പക്ഷെ കിട്ടിക്കഴിഞ്ഞാലും അത് അവര് തുടക്കം മുതലേ പറയുന്നത് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് പേരും പ്രശസ്തിയും ഒരുപാട് സിനിമയും കിട്ടും അവർ ഓഫർ ചെയ്യും. അപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് റിജക്ട് ചെയ്തു. താങ്കൾ പല നടന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 2018 സംഭവം പറഞ്ഞു, ഇടവേള ബാബു താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു മോശ പരാമർശം നടത്തിയത് എന്താണത്? അത് 2018 എനിക്ക് അവരെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചു, എനിക്ക് അമ്മ സംഘടനയിൽ ചേരാൻ ആഗ്രഹമുണ്ട്, ഞാൻ ചെറുതായിട്ട് കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ചാൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ അങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നതാണ്. അപ്പം പറഞ്ഞു അതിൽ 2 ലക്ഷം രൂപയുടെ അടുത്താണ് വേണ്ടത്, ഒരു 10 അങ്ങനെ എന്തോ ഇത്ര സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 7-8 സിനിമ എടുത്ത് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ അവർ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും പറ്റൂല, അല്ലാതെ എനിക്ക് എന്തെങ്കിലും വേഷങ്ങൾ തരാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറയുന്നതിൽ എനിക്ക് വ്യക്തമായത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ക്യാഷോ പ്രശ്നങ്ങളൊന്നുമില്ല, അവര് നമുക്ക് ചാൻസും തരും, എല്ലാം ഓക്കെയാണ്. ഇടവേള ബാബു പറഞ്ഞു 2 ലക്ഷം രൂപത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ. അതെ, പിന്നെ നമ്മൾ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പിന്നെ ഞാനന്ന് അവരുടെ അടുത്ത് പറഞ്ഞു, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായി ഫോണിൽ. അപ്പൊ ഞാൻ പറഞ്ഞു സിനിമയുടെ ലാസ്റ്റ് അക്ഷരം ഇത് ഇടവേള ബാബു എന്നൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് അത്രയും ഒരു തലപ്പത്തിരിക്കുന്ന ആള് അങ്ങനെ ഒരു ഇത് സംഭവിച്ചു. അപ്പം എന്നെ പോലെ ഒരാളോട് പറയുമ്പോ എത്ര ആളോട് പറയുന്നുണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യം, മലയാള സിനിമയിൽ ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുണ്ട് പല നടന്മാരെ പേര്. പക്ഷെ താങ്കളുടെ ഇന്റർവ്യൂവിൽ, പ്രമുഖ മാധ്യമം നടത്തിയ ഇന്റർവ്യൂവിൽ താങ്കൾ നമ്മൾ ആരും കേൾക്കാത്ത പേര്, ഞെട്ടിക്കുന്ന പേരാണ് ശ്രീ അന്തരിച്ച മാമുക്കോയുടെ പേരും യുവനടൻ സുധീഷിന്റെ പേരും. അതെന്താണ് അനുഭവം? വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതും വളരെ പരമാർത്ഥമായ സത്യമായ ഒരു കാര്യം തന്നെയാണ്. കാറ്റും മഴയും എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത്. ആ സിനിമയിൽ ഞാൻ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്ര വലിയൊരു ഏജുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ. അപ്പൊ കുട്ടിക്കാലം മുതല് സുധീഷ് അദ്ദേഹത്തിന്റെ സിനിമയും മാമുക്കോയ അങ്കിളുടെ സിനിമയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഒരു ആരാധനയുണ്ട്. നമ്പർ കിട്ടിയപ്പം അവരായിട്ട് സംസാരിക്കുക, ഇങ്ങോട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ സംസാരത്തില് ലാസ്റ്റ് മനസ്സിലായതെന്ന് വെച്ചാൽ ഒരു മകളോട് പെരുമാറാൻ പറ്റിയൊരു കാര്യമൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അത് റിജക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചില ലൊക്കേഷനിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, എന്നോട് ചിരിച്ച് തലയാട്ടി സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു. പിന്നെ സുധീഷ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓരോ സൺഡേ ഒക്കെ നമുക്ക് ടൂറ് പോവാം, എല്ലാം എവിടെയും വരുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന സിനിമയിലെ ക്യാരക്ടർ ഒന്നല്ല റിയൽ ആയിട്ട് ഒരു മനുഷ്യന്റെ. അത് നമ്മൾ ഒരു പെൺകുട്ടിയാകുമ്പോ അവരുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കുക. സുധീഷും താങ്കൾ ഇങ്ങനെ മോശമായി പെരുമാറി എന്നാണ് താങ്കൾ പറയുന്നത്? അതെ, ഞാൻ അതോടുകൂടി അവരോടുള്ള സംസാരവും നിർത്തി. എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനൊരു സിനിമ അവര് വിളിക്കുന്ന സിനിമയായാലും അല്ലെങ്കിൽ ഒന്നും അവരെന്നെ സിനിമയിൽ വിളിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്പൊ തന്നെ തെറ്റുണ്ടായത്. പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ടില്ല, നമ്പർ തന്നെ എന്റെ അടുത്തില്ല. മമ്മൂക്ക ഞങ്ങളുടെ അങ്ങനെ തന്നെയാണ്, എന്റെ കയ്യിലില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് മോശമായാണ് പെരുമാറുന്നത്. അതായത് അവർക്ക് ആഹാരം പോലും കറക്റ്റ് കൊടുക്കുന്നില്ല, ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം പോലില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായത് ഇപ്പം ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ എല്ലാം മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല. നല്ല ഫുഡാണ്, ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല, റൂം ആയാലും എല്ലാം നല്ലത് തന്നെയാണ്, ബാത്റൂം ആയാലും നല്ല ബാത്റൂമാണ്, എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിൽ കാടുകൾ അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന് പ്രോബ്ലം ഉണ്ടാവും. അതും അവര് കണ്ടുപിടിച്ച് തരും, ഇങ്ങനെ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ അവിടെ സൗകര്യം വടിയൊക്കെ കുത്തി വെച്ച് സാരിയൊക്കെ മറിച്ച് അതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. ഞാൻ മനസ്സിലാക്കിയ കാര്യം അത്. താങ്കളിപ്പോ 2-3 നടന്മാരെ പേരിൽ ഞാൻ പറഞ്ഞു താങ്കൾ മോശമായി പെരുമാറി. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് വരെ താങ്കൾ പേര് പുറത്തു പറയാതിരുന്നത്? കാരണം ഞാൻ അവര് പറഞ്ഞു, എന്റെ 2022 വില്ലേജ് വാർത്തയിലെ ന്യൂസ് സാറ് കേൾക്കുമ്പോ മനസ്സിലാവും. ഞാൻ അതിൽ പേര് വ്യക്തമാക്കിയിട്ടുമില്ല, ഞാൻ പറയുന്നുണ്ട് എനിക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിന് നിൽക്കാത്തതുകൊണ്ട് എനിക്കത് പറയേണ്ട ആവശ്യമില്ലാന്ന്.
എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാരും പേര് പറയുന്നില്ല, എല്ലാരും നല്ല മാന്യന്മാരായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് തോന്നി പറയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വെളിപ്പെടുത്തിയത്. ഇങ്ങനെ പേര് ഇപ്പോൾ പുറത്ത് വന്നു. എന്നെങ്കിലും ഒരാള് പറയണല്ലോ. ഇങ്ങനെ പേര് പുറത്ത് പറഞ്ഞു താങ്കൾ കുറച്ച് സിനിമാ നടന്മാരെ പേരുകൾ പുറത്ത് പറഞ്ഞു. അത് ആരും ഇങ്ങനെ ഈ പേരുകൾ പുറത്ത് വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അതിന് ഉദാഹരണമാണ് സുധീഷിന്റെയും അന്തരിച്ച ശ്രീ മമ്മൂട്ടിയുടെയും പേരുകൾ. ഇനി താങ്കൾക്ക് ഇതുപോലെ മലയാള സിനിമ അവസരം കിട്ടും തോന്നുന്നുണ്ട് ഇനി പേരുകൾ പറഞ്ഞുകൊണ്ട്? എനിക്ക് ഇപ്പൊ ഞാൻ ഈ അവസരങ്ങൾ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നില്ല. അവർക്ക് സൗകര്യം ഉണ്ടായി തന്നാ മതി. ഞാൻ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാന്ന് എനിക്കറിയാം. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, എനിക്ക് വിധി ഉണ്ടെങ്കിൽ ആര് തടഞ്ഞാലും ഞാൻ എത്തേണ്ടിടത്തിലെത്തും. ഇപ്പം ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട് എനിക്കൊരു സിനിമയിൽ ഒരു അവസരം തരാമെന്നും എന്റെ സ്ക്രിപ്റ്റ് പറ്റിയെങ്കിൽ സിനിമയാക്കാമെന്നും പറഞ്ഞു. അതുപോലെ മാന്യമായിട്ടുള്ള ആൾക്കാർ വരും, അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 2014 കണ്ണാടി ടാക്കീസ് തൊട്ടിട്ട് ശ്രീനിവാസൻ സാറെ അറിയാം, ഞാൻ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു തെറ്റായിട്ടൊരു സംസാരം മൊമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 30,000 രൂപ വരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാൻ വിളിച്ചപ്പോഴും അദ്ദേഹം വാങ്ങിച്ചിട്ടുമില്ല, ഫോൺ എടുത്തതുമില്ല. പിന്നീട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2018 തന്നെയാണ് വിനയൻ സാറിന്റെ നമ്പർ കിട്ടിയത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്, വാട്സാപ്പിലൊക്കെ എത്രയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാർ എപ്പോഴെങ്കിലും ഒരു റീപ്ലൈ തരുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നട്ടലുള്ള രാജകുമാരൻ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ വിചാരിക്കുക, സാറ് അത്രയും നല്ലൊരു മനുഷ്യനാണ്. ശ്രീനി സാറും അതുപോലെ തന്നെയാണ്. നല്ലവരുണ്ട്, ഇല്ലെന്നല്ല. എന്നോട് എങ്ങനെ പെരുമാറുന്നോ അത് മാത്രമേ എനിക്കറിയാം. എനിക്കിപ്പം വിനയൻ സാറ് സിനിമയിൽ ചാൻസ് തന്നിട്ടല്ല ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട് നല്ലത് പറയുന്നേ, സത്യമായ കാര്യമാണ് പറയുന്നത്. പിന്നെ ആക്ടർ ബാലേട്ടനെ എനിക്കറിയാം, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എനിക്ക് ഓഫർ തന്നിട്ടുണ്ട് അവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനൊക്കെ. ഞാൻ പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്നോട് തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരിക്കാനുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലവരും ഉണ്ട്. നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അപ്പം പറ്റിയില്ലേ നമുക്ക് അവിടെ കട്ട് ചെയ്യാം. ഈ പറഞ്ഞ ആളുകളൊന്നും എനിക്കൊന്നും തന്നിട്ടില്ല, ഒരു ചാൻസ് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? എനിക്ക് അതുകൊണ്ട് ഞാൻ തന്നവർക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പൊക്കി പറയുക ഒന്നുമല്ല, ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത്.